എറണാകുളം കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിൽ MP ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ ആംബുലൻസിന്റെ സേവനം VIP-കൾക്ക് വേണ്ടി മാത്രമെന്ന് പരാതി. താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് പോലും ആംബുലൻസിന്റെ സേവനം കൃത്യസമയത്ത് ലഭിക്കുന്നില്ല. ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ച യുവതിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഹൈബീഡൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ മുടക്കി മേടിച്ച ആംബുലൻസാണിത്. ഈ ആംബുലൻസ് കൊണ്ട് എന്ത് പ്രയോജനമെന്നതല്ല, ആർക്കു പ്രയോജനപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ വലിയൊരു ചോദ്യം. മട്ടാഞ്ചേരി WNC ആശുപത്രിയിൽ കുഴഞ്ഞു വീണ യുവതിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിനായി മണിക്കൂറുകളാണ് കാത്തു നിൽക്കേണ്ടി വന്നത്. താലൂക്ക് ആശുപത്രിയിലെ ഈ ആംബുലൻസിന്റെ സേവനം കൃത്യമായി ലഭിച്ചിരുന്നുവെങ്കിൽ ദുരനുഭവം ഉണ്ടാകില്ലായിരുന്നു. 2 ആംബുലൻസുകളാണ് ആശുപത്രിയിലുള്ളത്. ഒരെണ്ണം കാലപ്പഴക്കം ചെന്നു. 2 ഡ്രൈവർമാരാണുള്ളത്. ഇവരുടെ സേവനം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രം. രാത്രിയിൽ ആംബുലൻസിന് ഡ്രൈവർമാർ ഉണ്ടാകാറില്ല. പരാതികൾ പലതവണ കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഒരു രോഗി എമർജൻസി ആയിട്ട് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും സ്വകാര്യ ആംബുലൻസ് സർവീസിനെ സമീപിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ നില തുടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം യുവതിയുടെ മൃതദേഹം കൊണ്ടുപോകാൻ വൈകിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് പിന്നാലെ പ്രതിഷേധവും ശക്തമാണ്. നമ്മൾ കണക്കെടുത്ത പ്രകാരം ഒരു മാസം 1000 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ അതൊരു 850 കിലോമീറ്റർ ഓടുന്നതും VIP-കൾക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി 150 കിലോമീറ്റർ ഓടുന്നതും 150 കിലോമീറ്റർ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി, ഈ രോഗികളെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും മറ്റു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും വേണ്ടി ഓടുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാനായി ഓടിയത് വളരെ കുറച്ചു മാത്രമാണ്. കൂടുതൽ ഓട്ടവും DMO ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം മറ്റാവശ്യങ്ങൾക്കായിരുന്നു. ആംബുലൻസിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ദുരനുഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. VIP-കൾക്ക് പിന്നാലെ മാത്രമല്ല ഈ ആംബുലൻസ് ഓടേണ്ടത്, സാധാരണക്കാർക്കും പ്രയോജനപ്പെടണം. അതിനുള്ള നടപടിയാണ് അധികൃതർ സ്വീകരിക്കേണ്ടതും. രാഹുൽ സുദേവിനൊപ്പം രാഹുൽ വിജയൻ, 24 കൊച്ചി.